എൻ്റെ പേര് അലീന ബി മറിയം. ഞാൻ കൊല്ലം ചവറ സ്വദേശിനിയാണ്. നിലവിൽ തിരുവല്ലയിൽ ബിവറേജസ് കോർപ്പറേഷനിൽ LD ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ എൻട്രിയുടെ ഗോൾഡ് ബാച്ച് ആയിരുന്നു എടുത്തത്. ഗോൾഡ് ബാച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മെൻറ്റർ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് തന്നെ പോകാൻ പറ്റുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ പേരൻസിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ജോലി കിട്ടണം എന്നുള്ളത്. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പം വലിയ സന്തോഷമുണ്ട്. ഞാൻ 2020 PSC പഠനം ആരംഭിച്ചത്. ഞാൻ ഇതിനു മുന്നേ നെറ്റിൻ്റെ കോച്ചിങ്ങിന് പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു. കൊറോണ വന്നപ്പം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വന്ന ഹസ്ബൻഡാണ് അന്നേരം PSCയിലോട്ട് എന്നെ തിരിച്ചു വിട്ടത്. ഇനിഷ്യലി ഹസ്ബൻഡാണ് ക്ലാസ്സൊക്കെ പറഞ്ഞു തന്നത്. പ്രിലിംസിൽ പാസ്സായതിനു ശേഷം ഞാൻ എൻട്രിയുടെ ഗോൾഡ് ബാച്ചായിരുന്നു എടുത്തത്. എൻട്രിയുടെ ഗോൾഡ് ബാച്ചിലുള്ള ലൈവ് സെക്ഷൻസ് ഞാൻ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിലെ നോട്ട്സ് എല്ലാം ഞാൻ കണ്ടിന്യൂസ് എല്ലാ നോട്ട്സും ഒന്നും വിടാതെ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നോട്ട്ബുക്കിൽ എഴുതി ഞാൻ പ്രിപ്പയർ ചെയ്ത് അത് പഠിക്കുമായിരുന്നു. ഞാൻ പിന്നെ ടൈം സ്പ്ലിറ്റ് ചെയ്തിട്ടായിരുന്നു പഠിക്കുന്നത്. ഗൈഡ് നോക്കുമായിരുന്നു. അതുപോലെ തന്നെ റെക്കോർഡഡ് സെക്ഷൻസ്, ഓൺലൈൻ ക്ലാസ്, പിന്നെ റിവിഷനും കറണ്ട് അഫെയർസും എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുമായിരുന്നു. എൻട്രിയിൽ ഗോൾഡ് ബാച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മെൻറ്റർ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് ഡൗട്ട്, ഏത് സബ്ജക്റ്റിലൊരു ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇൻഡിവിജ്വലി മെസ്സേജ് അയക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് തന്നെ പോകാൻ പറ്റുമായിരുന്നു. പിന്നെ ടൈം ബൗണ്ടായിട്ട് പോർഷൻസ് നമുക്ക് കവർ ചെയ്ത് തരും. അതുകൊണ്ട് റിവിഷന് നമുക്ക് നല്ലൊരു ടൈം കിട്ടുമായിരുന്നു. പിന്നെ നമുക്ക് എൻട്രിയുടെ ഗോൾഡ് ബാച്ച് എടുത്തതുകൊണ്ട് തന്നെ മറ്റ് ക്ലാസ്സുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യേണ്ടയോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. മൊത്തം അതിൽ തന്നെ നമുക്ക് അഫോർഡബിളായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് PSC പഠനത്തിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം പഠിക്കാൻ GK ആയിരുന്നു. പക്ഷേ നമുക്ക് എപ്പോഴും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആയിരുന്നു. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് അതിന് എല്ലാ ദിവസവും ടൈം കണ്ടെത്തുമായിരുന്നു. അതിനകത്ത് ശ്രീനിധി സാറിൻ്റെതും ഇംഗ്ലീഷിൻ്റെ സാറിൻ്റെയും നോട്ട്സ് എനിക്ക് നല്ല പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും എക്സാംസിനെല്ലാം ആ നോട്ട്സ് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അത് ഞാൻ എഴുതി വെച്ച് ആ നോട്ട്സ് തന്നെ ഇപ്പോഴും നോക്കുന്നത്. ആ നോട്ട്സ് പഠിച്ചിട്ട് പോയിട്ട് എനിക്ക് അതിൽ നിന്ന് പുറത്തായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നതായിട്ട് തോന്നിയിട്ടില്ല. അത്രയ്ക്ക് നല്ല നോട്ട്സ് ആയിരുന്നു അത്. പിന്നെ GKയുടെ അകത്ത് എടുത്തു പറയേണ്ട ക്ലാസ് റിനോ മാമിൻ്റെ ആയിരുന്നു. റിനോ മാമിൻ്റെ ക്ലാസ് നല്ലതായിരുന്നു. ആ കോൺസെപ്റ്റ്സ് എല്ലാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ജോഗ്രഫി ഞാൻ പഠിച്ചൊരു സബ്ജക്റ്റ് അല്ല, ഞാൻ ഫിസിക്സ് ആയിരുന്നു. പക്ഷേ മിസ്സിൻ്റെ ക്ലാസ് കേട്ടതിന് ശേഷം ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനോട് തന്നെ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ക്ലാസ് ആയിരുന്നു റിനോ മാമിൻ്റെത്. പിന്നെ എക്കണോമിക്സിൻ്റെ ക്ലാസ് ആണെങ്കിലും നമുക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ ഒരു സബ്ജക്റ്റ് എക്കണോമിക്സ് ആയിരുന്നു. കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു നോളജ് എന്തൊക്കെയാണെന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയിരുന്നു. എക്കണോമിക്സിൻ്റെ കേസിൽ സാറിൻ്റെ ക്ലാസ് കേട്ടതിന് ശേഷമാണ് അതിൻ്റെ കോൺസെപ്റ്റുകൾ തന്നെ ക്ലിയറായി തുടങ്ങിയത്. എന്താണ് നാഷണൽ ഇൻകം, അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൻ്റെ റേറ്റ്, അതെല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലാസ്സിൽ കവർ ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ PSC എന്ന് പറയുന്ന ഒരു സ്വപ്നം കണ്ടിരുന്ന ഒരാളല്ല. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചപ്പോൾ തന്നെ ഫിസിക്സിൽ ഇനിയും ഹയർ സ്റ്റഡീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിട്ടിരുന്ന വ്യക്തിയായിരുന്നു. കൊറോണ വന്നതിന് ശേഷം എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരുന്നപ്പോഴാണ് ഞാൻ PSCയിലോട്ട് തിരിഞ്ഞത്. ഹസ്ബൻഡാണ് ആദ്യമേ ഇനിഷ്യലി PSCയുടെ ഒരു സ്റ്റാർട്ടിങ് ഇട്ട് തന്നത്. പ്രിലിംസ് പാസ്സായതിന് ശേഷമാണ് ഞാൻ എൻട്രിയിൽ വരുന്നത്. എൻട്രിയിൽ വന്ന് ഇനിഷ്യലിയും ഞാൻ അത്ര സീരിയസ് ആയിട്ടല്ല കാര്യങ്ങൾ കണ്ടിരുന്നത്. എനിക്ക് കൊറോണയും കുഞ്ഞും രണ്ടും വന്നപ്പോഴത്തേക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, വീട്ടിൽ തന്നെ ആയിപ്പോയി. അപ്പോൾ എൻ്റെ ഒരു വർഷത്തോളം അങ്ങനെ നഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ സബ്ജക്റ്റിലോട്ട് തിരിച്ച് പോകാൻ പോയപ്പോൾ എന്തുകൊണ്ട് ഒരു ഗ്യാപ്പ് എടുത്തു എന്നുള്ള ക്വസ്റ്റ്യൻസ് പലരും ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മനസ്സിലായി ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പം PSCയിലോട്ടാണ്. ഇവിടുന്ന് ഒരു റിസൾട്ട് ഇല്ലാതെ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥയാകുമെന്ന്. പിന്നീടാണ് ഞാൻ നല്ല സീരിയസ് ആയിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്തത്. എനിക്ക് വാശിയുണ്ടായിരുന്നു ടൈം ബൗണ്ട് ആയിട്ട് തന്നെ ഒരു റിസൾട്ട് കിട്ടണം എന്നുള്ളത്. ഞാൻ ഒരു ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ എൻ്റെ പഠനത്തിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഡിസ്ട്രാക്ഷൻസ് ഞാൻ അലോ ചെയ്യത്തില്ലായിരുന്നു. മാക്സിമം ഡെഡിക്കേറ്റ് ചെയ്ത് മാക്സിമം ടൈം കുഞ്ഞുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ടൈം ഒത്തിരി കിട്ടത്തില്ല. കിട്ടുന്ന എല്ലാ ടൈമും ഞാൻ യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ടൈം ബൗണ്ടായിട്ടിരുന്ന് പഠിച്ചാണ് ഞാൻ ആ റിസൾട്ടിൽ എത്തിയത്. നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജേർണിയുടെ ലെങ്ത് കൂടും. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ
വാശിയുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് പഠിച്ച് ലിസ്റ്റിലെത്തണമെന്ന്. പഠിച്ച് പാതിയായപ്പം തന്നെ നമുക്കൊരു എക്സാം വിളിച്ച് ഒരു റിസൾട്ടായി അതിനൊരു ജോലി ആകുമ്പോഴത്തേക്ക് ഒരു 1.5 വർഷം 2 വർഷം ഒരു ടൈം ഗ്യാപ്പ് എടുക്കും. ഇതിൻ്റെ ഒരു പാതി സമയത്ത് തന്നെ പലരും ചോദിച്ചു തുടങ്ങും, ജോലി ആയില്ലേ, പഠിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയില്ലേ എന്നൊക്കെ. അതൊരു ഡൗട്ടായിരുന്നു, കിട്ടുമോ ഇനി എന്താന്നുള്ളത്. പക്ഷേ അന്നേരം പിന്നെ കുറേ സജഷൻസും വരും, എങ്കിൽ പിന്നെ BEd നോക്കുക, അടുത്ത ഒരു കോഴ്സ് ചെയ്യും അങ്ങനെ. അപ്പം ഇല്ല, എന്തായാലും ഞാൻ ഇറങ്ങി പുറപ്പെട്ട് പണ്ടത്തെ കണക്ക് ചെറിയൊരു ടോപ്പിക്കല്ല ഇപ്പോൾ പഠിക്കുന്നത്. വാസ്റ്റായിട്ടുള്ളൊരു സിലബസ് നമുക്ക് പഠിക്കാനുണ്ട്. അത്രയും സിലബസ് കവർ ചെയ്യാൻ തന്നെ നമുക്കൊരു 6 months എടുക്കും. അപ്പം ഞാൻ എന്തായാലും ഇറങ്ങി പുറപ്പെട്ട് ഇനി ഇതിനകത്ത് നന്നായിട്ടൊന്ന് പഠിച്ച് ഒരു എക്സാമെങ്കിലും നന്നായിട്ട് എഴുതിയിട്ടേ ഇറങ്ങത്തുള്ളൂ എന്ന് വിചാരിച്ച്. അതുകൊണ്ടാണ് പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് പലരും പറഞ്ഞ് BEd ചെയ്യാം അല്ലെങ്കിൽ വേറെ കോഴ്സ് ചെയ്യാം, ഇല്ല എന്നും പറഞ്ഞ് തന്നെയാണ് PSCയിൽ നിന്നതും. ഞാൻ ആ ഗോൾഡ് ബാച്ച് ജോയിൻ ചെയ്ത് അതിന് ശേഷം ഞാൻ എഴുതുന്ന എക്സാംസാണ്. ആ എക്സാംസിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി, റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എനിക്കൊരു ജോലി നേടിയെടുക്കാനും പറ്റി. അപ്പം ഇപ്പം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പം വലിയ റിഗ്രറ്റ് ഇല്ല, കാരണം ഇപ്പം ഞാൻ സേഫ് സോണിലാണ് നിൽക്കുന്നത്. എനിക്ക് അത്യാവശ്യം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ ഒരു കരിയറും എൻ്റെ സെറ്റിലായിട്ടുണ്ട്. ഇനി എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഡ്രീം എനിക്ക് വേണമെങ്കിൽ ഒരു ലീവ് എടുത്തിട്ടാണെങ്കിൽ എനിക്കത് അച്ചീവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു PSC ജേർണിക്കാണ് ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ 1 അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ വേറെ കോഴ്സിന് പോവുകയാണെങ്കിൽ നമുക്കത് നഷ്ടമായിരിക്കും. കാരണം ചിലപ്പോൾ 1 മാസമോ 2 മാസവും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ജോലി ഒരു 2 എക്സാംസ് എഴുതി കഴിഞ്ഞാൽ ആ ജോലി കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ PSC എന്ന് പറഞ്ഞാൽ വാസ്റ്റായിട്ടുള്ളൊരു സിലബസാണ്. ആ സിലബസ് നമുക്ക് കവർ ചെയ്യും. പണ്ടത്തെ ടോപ്പിക്കല്ല, ഇപ്പം നന്നായിട്ട് സിലബസ് കവർ ചെയ്യാനുണ്ട്. അത് നന്നായിട്ട് നമ്മൾ കവർ ചെയ്ത് ഒരു എക്സാം എഴുതാൻ നമുക്ക് 1.5 വർഷം 2 വർഷം ടൈം എടുക്കും. ആ ടൈം ഗ്യാപ്പ് കൊണ്ട് നമുക്ക് നല്ലൊരു കരിയറിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. പലരും പലതും ചോദിച്ച് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം നമ്മൾ തന്നെ സ്റ്റേണായിട്ട് നമ്മൾ മനസ്സിലാക്കണം സിലബസ് എന്താണ്, സിലബസിനകത്ത് നമ്മൾ ഇത്രയും പഠിക്കാനുണ്ട്. നമ്മൾ നോർമലി ഒരു കോഴ്സ് ചെയ്യുന്ന കണക്ക് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു സീരിയസ്നെസ് PSCക്ക് നമ്മൾ കൊടുത്തിരിക്കണം. പണ്ടത്തെ കണക്ക് PSCക്ക് പോയിട്ട് എല്ലാ കല്യാണത്തിനും എല്ലാ ഫങ്ഷൻസിനും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ആ ടൈം കൂടും. ടൈം കൂടുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന പ്രഷേഴ്സും കൂടും. അപ്പം അതൊക്കെ മനസ്സിലാക്കി നമ്മൾ നല്ല സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു 1-2 വർഷം കൊണ്ട് ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് എന്തായാലും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് സാധിക്കും. എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ പേരൻസിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ജോലി കിട്ടണം എന്നുള്ളത്. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പം വലിയ സന്തോഷമുണ്ട്. കാരണം ഒരു ടൈം ബൗണ്ടായിട്ട് തന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കുഞ്ഞ് സ്കൂളിൽ പോകുമ്പം എനിക്കും ജോലിക്ക് പോകണം എന്നുള്ളത്. അത് കുഞ്ഞ് സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റി. അപ്പം ആ ഒരു ടൈം ബൗണ്ടായിട്ട് അത് ജോലി നേടിയെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതിനെ ഹെൽപ്പ് ചെയ്ത എല്ലാവരോടും ദൈവതമ്പുരാനോടും ഒത്തിരി നന്ദിയുണ്ട്. നമ്മൾ എപ്പോഴും പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ഒരു എക്സാം വിളിക്കുമ്പം എക്സാമിന് ഒരു 5-6 മാസം മുന്നേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആ ടൈമിൽ നമുക്ക് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ നോട്ട്സും എല്ലാ ക്ലാസ്സുകളും കണ്ട് എല്ലാം കളക്ട് ചെയ്ത് വെക്കുക. എക്സാം എടുക്കുമ്പം റിലാക്സ് ചെയ്ത് ആ പഠിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ആ ഒരു കണ്ടൻറ്റിനകത്തൊരു വിശ്വാസം വേണം. നമുക്ക് തോന്നും പഠിച്ച എല്ലാം മറന്നു പോകുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും. എന്നാലും അതെല്ലാം മാറ്റി എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു ധൈര്യത്തിൽ പോയി എല്ലാ എക്സാമും നന്നായിട്ട് എഴുതുക. മാത്രമല്ല നമ്മൾ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇനി എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു.